അപ്പോൾ ഈ ഒരു അറിവെന്ന് പറയുമ്പോഴത്തേക്കും മാം അതായത് ഈ പറഞ്ഞ മലബന്ധമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനായിട്ട് പറ്റുമോ? മലബന്ധം വരാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, അതായത് ഇതിനൊരു പ്രഷർ വെച്ചിട്ടാണ് നമ്മുടെ ട്യൂബിന് താഴേക്ക് പോകുന്നത് ഫുഡ്. അപ്പം സ്വാഭാവികമായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണെന്ന് വെച്ചോളൂ, ഇന്ന് ആരും ഒട്ടും അടങ്ങിയിട്ടില്ല. അപ്പം ഇതിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. മൈദയൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് നമ്മുടെ ഉള്ളിൽ വളരെ സ്ലോ ആയിരിക്കും. അപ്പം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നേരം, അപ്പം സാധാരണ നോർമൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവയ്ക്കുന്നു, ഫുഡ് അകത്തേക്ക് ചെല്ലുന്നു, വയറിൽ ചെല്ലുന്നു, വയറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിന്റെയും ഇത് വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നു കുറച്ചൊക്കെ. ബാക്കി നമ്മുടെ ചെറിയ കുടല്ല, അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ അന്നജം, മാംസജം, കൊഴുപ്പെല്ലാം അവിടെ തന്നെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ അതിനുള്ള എൻസൈംസും ഉണ്ട്. അപ്പോൾ ഈ പ്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡ് നമുക്ക് വേണ്ടാത്തത്, കാരണം ഇതിൽ നിന്ന് ന്യൂട്രിയൻസ് പോഷകം നമ്മൾ അബ്സോർബ് ചെയ്തു, ബാക്കിയുള്ള ഫുഡ് നേരെ നമ്മുടെ വൻകുടലിലേക്ക് പോകും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് നാരൊന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നാരില്ലാത്ത ഭക്ഷണം കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവാൻ ഒരു കാരണമാണ്. പക്ഷെ ഒരുപാട് പേര് നാരുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇല്ലേ? ഒരുപാട് പേർക്കുണ്ട്. അപ്പം അതെന്താ കാരണം? ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കുറവാണെങ്കിലും, സ്മൂത്ത് മസിലിൻ്റെ മൂവ്മെൻറ്റ് കുറവാണെങ്കിലും അതൊരു കാരണമാകാം. അപ്പം അത് ബലപ്പെടുത്താനുള്ള, മൂവ്മെൻറ്റ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഈ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഈ നമുക്കറിയാമല്ലോ, ഈ വേസ്റ്റ് സാധനങ്ങൾ ജീർണിക്കും അല്ലേ, പുറത്താണെങ്കിലും അകത്താണെങ്കിലും. അപ്പോൾ അത് കടന്ന് ജീർണിച്ച് അതിൽ ബാക്ടീരിയൽ കുറച്ച് അൺഹെൽത്തി ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അവിടെ കിടന്ന് ജീർണിച്ച് അതിൽ നിന്ന് വാതകങ്ങൾ വരുന്നത്. അപ്പോഴാണ് നമുക്ക് കീഴ്വായിട്ട് പോകുന്നതും സ്മെല്ലായിട്ടും അങ്ങനെയൊക്കെ വരുന്നത്, വായനാറ്റം ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തി ബാക്ടീരിയ ഇല്ലെങ്കിൽ നമുക്ക് മലബന്ധം ഉണ്ടാകും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വെള്ളം, വാട്ടർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ അധികം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഈ മലം ഭയങ്കര ഡ്രൈ ആവും അവിടെ ഇരുന്ന്. അപ്പം അതിന് വീണ്ടും വാട്ടർ റീഅബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും മലബന്ധത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുകയാണ്, നാരുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഗട്ട് ബാക്ടീരിയയുടെ ഡിസ്ബയോസിസ് ഉണ്ടെങ്കിൽ, ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മോട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇത് മാത്രം ചെയ്തതുകൊണ്ട് ചിലപ്പം റിസൾട്ട് ഉണ്ടാവില്ല.